സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടാണ് എഴുത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വരികളും കുറിക്കുമ്പോഴും മനസ്സിലുണ്ട് ഇത് സമൂഹത്തിനോടൊന്ന് വിളിച്ചു പറയാം. എൻ്റെ ഈ ആശയം അല്ല, ഞാൻ കുറിക്കുന്ന ഈ വരികൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒന്ന് എടുത്തു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പലർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും ഇതെല്ലാം വർഷങ്ങളായി എഴുതി പെട്ടിയിൽ വെച്ച് സൂക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഒരുപാട് പേരുടെ ഒരുപാട് കവിതകളും കഥകളും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ ഒരുപാട് പേര് സങ്കടം പറഞ്ഞു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിലാണ് എനിക്ക് തോന്നുന്ന സൃഷ്ടിപഥം എന്ന് പറയുന്നൊരു സംഘടന മുന്നോട്ട് വരികയും അത് ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് വരികയൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ പെട്ടിയിലിരിക്കുന്ന അവരുടെ സൃഷ്ടികൾ അതൊക്കെ എടുത്തൊന്ന് വെളിച്ചം കാണിക്കാനും അവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ശ്രമം സൃഷ്ടിപഥം നടത്തുമ്പോഴും അത് തീർച്ചയായും 1-2 പുസ്തകമല്ല, ഇപ്പം എത്ര ഇറക്കിയിട്ടുണ്ടാവും പുസ്തകങ്ങൾ? ആണോ, 50-ലേറെ പുസ്തകങ്ങൾ, 50-ലേറെ എഴുത്തുകാരെയാണ്. അതിലൂടെ ഒരുപാട് പേര്, ഒരു പുസ്തകത്തിൽ തന്നെയാണ് ഒരുപാട് പേരുടെ സൃഷ്ടികൾ. അങ്ങനെയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 50-ഉം 100-ഉം ഒന്നുമല്ല, അതിലേറെ ആൾക്കാരുടെ സൃഷ്ടികൾ വെളിച്ചം കാണിക്കാനായിട്ട് സൃഷ്ടിപഥത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതൊരു സംഘടനയായി ഒതുങ്ങാതെ ഒരു പ്രസ്ഥാനമായി മുന്നോട്ട് പോകുന്ന രീതിയിലാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അതിന് നിരന്തരമായ പുസ്തക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ഓഫീസ് സംവിധാനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തകർ വളരെ അത് താങ്കളുടെ ഒരു ഉത്തരവാദിത്വമാണെന്നുള്ള ചിന്തയുള്ള കുറേ പ്രവർത്തകരെ കിട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഷീനാവിനെ സംസ്ഥാന പ്രസിഡന്റായി ഇതിലേക്ക് വരികയും ഇവിടെ തന്നെ ഒരു ഓഫീസ് സംവിധാനം ഉണ്ടാക്കുകയും അതിലൂടെ ഓരോരുത്തരുടെയും സൃഷ്ടികൾ വാങ്ങിച്ച് അത് മുഴുവൻ എഡിറ്റ് ചെയ്ത് അത് തന്നെ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അതൊക്കെ ചെയ്യുന്ന വർക്കുകൾ നിസ്സാരമല്ല. നമ്മളിപ്പോൾ കൊടുത്തു, വേറെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ മേഖലയിൽ ഒരുപാട് ചതി നടക്കുന്ന സ്ഥലമാണ് എഴുത്തു മേഖലയിൽ. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ഒരുപാട് സാഹിത്യ സംഘടനകൾ കോർഡിനേറ്റ് ചെയ്യുന്ന അതിൻ്റെ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളാണ്. ഒരുപാട് സംഘടനകൾ. അപ്പം നിരന്തരമായ പ്രവർത്തനങ്ങൾ, ഒത്തിരി പേർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് നിരന്തരമായ പ്രതിമാസം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം ഈ മേഖലയിൽ ഒരുപാട് ചതി നടക്കുന്നു. ചതി നടക്കുന്നത് എങ്ങനെയാണ്? പുസ്തകം പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിച്ച് വലിയ തുകകൾ വാങ്ങിക്കുന്ന ആൾക്കാർ ഒരുപാട് പൈസ വാങ്ങിച്ച് ഒരുപാട് പേര് ഒത്തിരി പൈസ പോയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു ചാരിറ്റി വർക്കുകൾ ചേർത്തുകൊണ്ട് എത്രമാത്രം രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർച്ചയായും അത് പ്രത്യേകം സൃഷ്ടിപഥത്തെ പ്രത്യേകം അഭിനന്ദിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളുടെ എഴുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്കറിയാം. അറിവെന്ന് പറയുന്ന സാധനം ചുരുക്കിയാണ്. ഞാൻ വാക്കുകൾ ചുരുക്കി തന്നെ പറയാനാണ് എല്ലാവരും കൂടി സംസാരിക്കേണ്ടത്. അറിവെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊടുക്കുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് സാധനം കൊടുത്താലും അത് കയ്യിൽ നിന്ന് നമുക്ക് കുറഞ്ഞ് വരികയുള്ളൂ. പക്ഷെ എത്രമാത്രം കൊടുക്കുന്നു അത്രമാത്രം കൂടി വരുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് അറിവുമാണ്. ആ അറിവിൽ നിന്നാണ് ഷാജി മാഷ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഞാൻ എന്നെ തിരയുന്നു എന്ന് പറയുന്ന പുസ്തകം. ഇങ്ങനെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അത് 14-ാം തീയതി അതിനെക്കുറിച്ച് പറയുന്നെങ്കിലും ചുരുക്കം ഒന്ന്. കാരണം ഒരു കവിതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സന്ദേശം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ കവിതയ്ക്ക് അപ്പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഞാൻ ഇന്നുവരെ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്? ആ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി, എൻ്റെ വീടിന്, എൻ്റെ നാടിന്, ഈ സമൂഹത്തിന്, രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതെല്ലാം തിരിച്ച് കണക്ക് പറയേണ്ടി വരുന്നൊരു സമയം ഉണ്ടാകും. ആ സമയത്താണ് അവിടെ കിടന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഞാൻ ചെയ്തത് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, തിന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, ആരുടെയെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത്, സന്തോഷിപ്പിക്കുന്ന കാര്യമാണോ ചെയ്തിട്ടുള്ളത്? അതാണ് ആ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തിരിഞ്ഞു നോട്ടത്തിൽ ഞാൻ എന്നെ തിരയുന്ന ആ പിന്നോട്ട് തിരയുമ്പോൾ ആ തിരച്ചിലിൽ അയാൾ ചെയ്തു പോയ പാവങ്ങളും തിന്മകളുമൊക്കെ ഓർത്ത് പശ്ചാത്തലിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ആലോചിക്കുകയാണ് അല്ലെങ്കിൽ ചിന്തിക്കുകയാണെന്നുള്ള ഒരു സന്ദേശം ആ കവിതയിലൂടെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1000-ലേറെ വരികളുണ്ട് അല്ലേ? 1000-ലേറെ വരികളിലൂടെ 1000-നടുത്തോളമാണ്. 1000-നടുത്തുള്ള കവിതകൾ വളരെ കുറവാണ്. കാരണം അത്രയും വരികൾ എഴുതി വെക്കാമെന്ന് പറഞ്ഞു, എഴുതി ഒരൊറ്റ പുസ്തകത്തിൽ ആക്കാമെന്ന് പറയുന്നത്. തീർച്ചയായും ആ വരികളിലൂടെ നമുക്ക് കടന്നു പോകുന്നത് ഈ പറയുന്ന ചിന്തയും
ആ കവിത വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത നമ്മൾ സ്വയം നമുക്ക് തോന്നാനും ആ ചിന്തയിലേക്ക് വരാനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റബോധം തോന്നാനും തുടർന്നുള്ള ജീവിതത്തിൽ ശിഷ്ടകാലം എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു പിന്നെ ആലോചന കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ആ കവിതയ്ക്ക് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇതിൻ്റെ പ്രകാശനം ഞങ്ങളെല്ലാവരും കൂടി നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.